വെൽക്കം ബാക്ക് ടു എൻ ചാനൽ ലേണിംഗ്. ഇറ്റ്സ് മീ ബനാസർ ഖാലിദ്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ് നോക്കിയത്. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ കഴിഞ്ഞ ദിവസം നമ്മൾ നോക്കിയത് എന്താണ്? LGS ഫോർത്ത് സ്റ്റേജിലെ ക്വസ്റ്റ്യൻ പേപ്പറാണ് നോക്കിയത്. അപ്പോൾ അതിൽ നമുക്ക് കുറേ പുതിയ കാര്യങ്ങൾ എന്താണ് അത് റിലേറ്റഡ് ഫാക്ട്സ് ഒക്കെ നമ്മൾ മനസ്സിലാക്കി. അപ്പോൾ പ്രിലിംസിനായിട്ട് നിങ്ങൾ പ്രിപ്പയർ ചെയ്യുമ്പോൾ നമ്മൾ പ്രധാനമായിട്ട് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് വർക്കൗട്ട് ചെയ്ത് പോകുന്നതാണ് ഏറ്റവും നല്ലത്. അപ്പം നമുക്ക് കുറേ ഫാക്ട്സ് ക്ലിയർ ആയി പോകും. അപ്പം ഇപ്പം നമ്മൾ കുറച്ച് ദിവസം എക്സാമിനെന്ന് വെച്ചാലും പ്രിലിംസ് ക്വാളിഫൈ ചെയ്യാൻ നമ്മൾ മാക്സിമം പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് നോക്കുക. അതുപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചില ടോപ്പിക്സും റെഫർ ചെയ്ത് അതോടൊപ്പം തന്നെ മാക്സിമം നമ്മൾ പഠിച്ചു പോവുകയാണ് തീർച്ചയായും നമുക്ക് പ്രിലിംസ് ക്വാളിഫൈ ചെയ്യാൻ പറ്റും. അപ്പം ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പ്രിലിംസിലെ 10th ലെവൽ പ്രിലിംസ് 2022 10th ലെവൽ പ്രിലിംസിലെ ക്വസ്റ്റ്യൻസും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് നോക്കാൻ പോകുന്നത്. അപ്പോൾ വീഡിയോ നിങ്ങൾ മിസ്സാക്കാതെ കാണുക. അപ്പം ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിരിക്കും എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. അപ്പൊ അടുത്ത ചോദ്യം ഏതാണ്? പിച്ചളയുടെ ഘടകമായി വരുന്ന ലോഹം ഏതാണ്? സിങ്ക് ആണ് പിച്ചളയുടെ ഘടകമായി വരുന്ന ലോഹം. അടുത്തത് മരുഭൂമിയിലും കടലിലൂടെയും സഞ്ചരിക്കുന്ന ആളുകൾ ദിശ അറിയാൻ പണ്ട് ഉപയോഗിച്ചിരുന്ന നക്ഷത്ര ഗണമാണ് വേട്ടക്കാരൻ. ദിശ അറിയാൻ ഉപയോഗിച്ചിരുന്ന നക്ഷത്ര ഗണമാണ് വേട്ടക്കാരൻ. അടുത്ത മൂലകങ്ങളെ ആദ്യം വർഗീകരിച്ച ശാസ്ത്രജ്ഞൻ ലെവോയ്സി ആണെന്ന് ഓർത്തു വയ്ക്കുക. അടുത്തത് ചന്ദ്രൻ ദക്ഷിണ ധ്രുവത്തിൽ ഇറങ്ങിയ ഇന്ത്യയുടെ ചാന്ദ്രവാഹനം ഏതാണ്? ചന്ദ്രന്റെ ദക്ഷിണ ധ്രുവത്തിൽ ഇറങ്ങിയ ഇന്ത്യയുടെ ചാന്ദ്രവാഹനം ചന്ദ്രയാൻ 3 ആണെന്ന് ഓർത്തു വയ്ക്കുക. അപ്പൊ ചന്ദ്രയാനുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെല്ലാം വെരി ഇമ്പോർട്ടന്റ് ആണ്, അത് നോക്കേണ്ടതായിട്ടുണ്ട്. അടുത്തത് ക്ഷയം ബാധിക്കുന്നത് എന്തുകൊണ്ടാണ് ക്ഷയം ഉണ്ടാകുന്നത്? മൈക്കോബാക്ടീരിയം ട്യൂബർകുലോസിസ് അല്ലെ, മൈക്കോബാക്ടീരിയം ട്യൂബർകുലോസിസ് ആണ് ക്ഷയവുമായി ബന്ധപ്പെട്ടത്. അടുത്ത എലിപ്പനിയുമായി ബന്ധപ്പെട്ടത് ലെപ്റ്റോസ്പൈറ. ഇനി ഡെങ്കിപ്പനിയുമായി ബന്ധപ്പെട്ടത് വൈറസ് ആണ്. മലമ്പനിയുമായി ബന്ധപ്പെട്ട പ്ലാസ്മോഡിയം ആണ്. അപ്പൊ ക്ഷയം, മൈക്കോബാക്ടീരിയം ട്യൂബർകുലോസിസ്, എലിപ്പനി, ലെപ്റ്റോസ്പൈറ, ഡെങ്കിപ്പനി, വൈറസ്, മലമ്പനി, പ്ലാസ്മോഡിയം എന്ന് ഓർത്തു വയ്ക്കാം. അടുത്ത മന്ത് പരത്തുന്ന കൊതുക് ഏതാണ്? മന്ത് പരത്തുന്ന കൊതുക് ക്യൂലിസ് ആണ്. ക്യൂലിസ് കൊതുകുകളാണ് മന്ത് പരത്തുന്നത് ഓർത്തു വയ്ക്കുക. താഴെ തന്നിരിക്കുന്നതിൽ വായിൽ കൂടി പകരുന്ന രോഗം ഏതാണ്? മീസിൽസ് ആണ് വായിൽ കൂടി പകരുന്ന രോഗം. രക്തത്തിൽ ഹീമോഗ്ലോബിൻ നിർമ്മാണത്തിന് ആവശ്യമായ ഘടകം ഇരുമ്പാണ്. രക്തത്തിലെ ഹീമോഗ്ലോബിൻ നിർമ്മാണത്തിന് ആവശ്യമായ ഘടകം ഇരുമ്പാണ്. ലോകത്തിൽ ആദ്യമായി വാക്സിൻ കണ്ടെത്തിയ ശാസ്ത്രജ്ഞൻ എഡ്വേർഡ് ജെന്നർ ആണ്. ലോകത്തിൽ ആദ്യം വാക്സിൻ കണ്ടെത്തിയ ശാസ്ത്രജ്ഞൻ ആരാണ്? എഡ്വേർഡ് ജെന്നർ. രക്തസമ്മർദ്ദം അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണമാണ് സ്പിഗ്മാനോമീറ്റർ. സ്പിഗ്മോമാനോമീറ്റർ ആണ് രക്തസമ്മർദ്ദം അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണം ഏതാണ്? സ്പിഗ്മോമാനോമീറ്റർ. അടുത്ത താഴെ പറയുന്നതിന് ശരിയായ പ്രസ്ഥാനം തിരഞ്ഞെടുത്ത് എഴുതുക. അടുത്ത ചോദ്യം നോക്കാം. താഴെ പറയുന്നതിന് ശരിയായ പ്രസ്ഥാനം തിരഞ്ഞെടുത്ത് എഴുതുക. ഏതാണ്? ഓപ്ഷൻ 2, 3 ശരി. നോക്കാം. മസ്തിഷ്കത്തിലെ രക്തക്കുഴലുകൾ പൊട്ടി രക്തപ്രവാഹം തടസ്സപ്പെടുന്ന അവസ്ഥയാണ് പക്ഷാഘാതം. മസ്തിഷ്കത്തിലെ രക്തക്കുഴലുകൾ പൊട്ടി രക്തപ്രവാഹം തടസ്സപ്പെടുന്ന അവസ്ഥ അറിയപ്പെടുന്നത് പക്ഷാഘാതം. ഇനി അനിയന്ത്രിതമായ കോശോപജനം വഴി കോശങ്ങൾ പെരുകി ഇതര കലകളിലേക്ക് വ്യാപിക്കുന്നതാണ് ക്യാൻസർ. അനിയന്ത്രിതമായ കോശോപജനം വഴി കോശങ്ങൾ പെരുകി ഇതര കലകളിലേക്ക് വ്യാപിക്കുന്നതാണ് ക്യാൻസർ. ഓപ്ഷൻ 2, 3 ശരി. ഇനി എംഫിസീമ രോഗം ബാധിക്കുന്ന അവയവം ഏതാണ്? എംഫിസീമ രോഗം ബാധിക്കുന്ന അവയവം ശ്വാസകോശമാണ്. എംഫിസീമ രോഗം ബാധിക്കുന്നത് ശ്വാസകോശത്തെയാണ്. കേരളത്തിൽ സർക്കാർ തലത്തിൽ നടപ്പാക്കുന്ന മരണാനന്തര അവയവ കൈമാറ്റ പദ്ധതി. കേരളത്തിൽ സർക്കാർ തലത്തിൽ നടപ്പാക്കുന്ന മരണാനന്തര അവയവ കൈമാറ്റ പദ്ധതിയാണ് മൃതസഞ്ജീവനി. ഇനി ജീവിതശൈലി രോഗങ്ങൾ നിയന്ത്രിക്കുന്നതിന് സംസ്ഥാന സർക്കാർ ആരംഭിച്ച പദ്ധതിയാണ് അമൃതം ആരോഗ്യം. ജീവിതശൈലി രോഗങ്ങൾ നിയന്ത്രിക്കുന്നതിന് സംസ്ഥാന സർക്കാർ ആരംഭിച്ച പദ്ധതി ഏതാണ്? അമൃതം ആരോഗ്യം. 2024 ഒളിമ്പിക്സ് മത്സരത്തിൽ ഇന്ത്യൻ ഹോക്കി ടീമിന്റെ ക്യാപ്റ്റൻ ആരായിരുന്നു? ഹർമൻപ്രീത് സിംഗ് ആയിരുന്നു ഇന്ത്യൻ ഹോക്കി ടീമിന്റെ ക്യാപ്റ്റൻ. അപ്പൊ 2024 ഒളിമ്പിക്സ് മത്സരത്തിൽ ഇന്ത്യൻ ഹോക്കി ടീമിനെ നയിച്ചത് ഹർമൻപ്രീത് സിംഗ് ആണെന്ന് ഓർത്തുവയ്ക്കാം. 70ാം ദേശീയ ചലച്ചിത്ര അവാർഡ് അർഹമായ മികച്ച ചിത്രം. 70ാം ദേശീയ ചലച്ചിത്ര അവാർഡ് അർഹമായ മികച്ച ചിത്രം ആട്ടമാണ്. അപ്പൊ 70ാം ദേശീയ ചലച്ചിത്ര അവാർഡ് അർഹമായ മികച്ച ചിത്രം ഏതാണ്? അടുത്ത ചോദ്യം. അമീബിക് മസ്തിഷ്ക ജ്വരത്തിന് കാരണമായ രോഗമാണ് മനുഷ്യരത്തിൽ എത്തുന്നത് ഏതിലൂടെയാണ്? അമീബിക് മസ്തിഷ്ക ജ്വരത്തിന് കാരണമായ രോഗമാണ് മനുഷ്യരത്തിൽ എത്തുന്നത് മലിനജലത്തിലൂടെയാണെന്ന് മനസ്സിലാക്കുക. അമീബിക് മസ്തിഷ്ക ജ്വരത്തിന് കാരണമായ രോഗമാണ് മനുഷ്യരത്തിൽ എത്തുന്നത് മലിനജലത്തിലൂടെയാണ്. ഇന്ത്യൻ സ്പേസ് റിസർച്ച് ഓർഗനൈസേഷൻ ഇപ്പോഴത്തെ ചെയർമാൻ ആരാണ്? ഇന്ത്യൻ സ്പേസ് റിസർച്ച് ഓർഗനൈസേഷൻ. അപ്പൊ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ LGS ലാസ്റ്റ് സ്റ്റേജിലെ ക്വസ്റ്റ്യൻ പേപ്പർ ആണ് ഡിസ്കസ് ചെയ്ത് മാക്സിമം GK പോയിന്റ്സും ക്വസ്റ്റ്യൻസും അതുമായി റിലേറ്റഡ് ഫാക്ട്സും നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഈ ക്ലാസ് എനിക്ക് യൂസ്ഫുൾ ആയെന്ന് വിശ്വസിക്കുന്നു. അപ്പം പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസും അതോടൊപ്പം തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്ന റീസെന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ പേപ്പറും എല്ലാം നമ്മൾ വർക്കൗട്ട് ചെയ്യണം. അപ്പം പ്രിലിംസിന് പ്രിപ്പയർ ചെയ്യുന്നവരാണെങ്കിൽ ഈ ക്ലാസ് നിങ്ങൾ ഉപയോഗപ്പെടുത്തുക. തീർച്ചയായും നിങ്ങൾക്ക് ഉപയോഗമുള്ള മറ്റു ക്ലാസ്സുമായിട്ട് ഉടനെ ഞാൻ വരുന്നതാണ്.